അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എല്ലാവരും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അത് എങ്ങനെയാണ് നമ്മളെ ചിക്കൻ കടകളിലേക്ക് ഈ സാധനം എത്തുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രോയിലർ കോഴിയുടെ കുഞ്ഞൻ പരുവം. എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് അടുത്തുള്ള ഫാമിലേക്ക്, അടുത്ത ഇതിൻ്റെ ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ബോക്സുകളിൽ ഓരോ റാക്കിലാക്കി അടുത്തുള്ള ഫാമിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ മുട്ട വിരിയിച്ച് ഈ അടുത്തുള്ള ഫാമിലേക്ക് എത്തിച്ച് അവിടുന്ന് 40 ദിവസം എടുത്തിട്ടാണ് ഓരോ ചിക്കൻ കടകളിലേക്കും ഈ ചിക്കൻ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ വണ്ടിയിൽ ഇപ്പോൾ അടുക്കിയേക്കുന്നത് ഏകദേശം 10,000 ചിക്കനോളം ഉണ്ട്. അത്ഭുതമല്ലേ, ഇത്രയും ബോക്സിനകത്ത് 10,000 കണക്കിന് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നാടെ ഈ ഒരു ബോക്സിനകത്ത്, ഒരു റാക്കിനകത്ത് വരുന്നത് 40 കുഞ്ഞുങ്ങളാണ്. ഇതിവിടുന്ന് നേരെ കുടിൽ വ്യവസായം പോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തും. ദാണ്ട് ഇത് കണ്ടോ, ഈ മിഷനറിക്കകത്ത് വെച്ചാണ് ഈ മുട്ട വിരിയിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ മുട്ട വെച്ച് ഇതിനുള്ളിൽ വെച്ചാണ് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി പുറത്തു വരുന്നത്. ദാണ്ടെ ഇപ്പം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ ദാണ്ടെ ഇപ്പം കാണുന്നത്. ഇതിപ്പം വെച്ചിട്ട് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ ഇറക്കി വെളി വെച്ചതാണ്. ഇതിപ്പം തന്നെ അടുത്ത വണ്ടിയിൽ കയറ്റി ഈ പറയുന്ന പോലെ അടുത്തുള്ള ഫാമുകളിലേക്ക് ഇത് പോകും. നോക്കി എന്ത് രസമാണ് കാണാൻ. ഈ ഒരു കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വലുതായിട്ട് അല്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ കഴിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. ഇത് ഇവിടുത്തെ ഈ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞുള്ള വേസ്റ്റ് വരുന്ന മുട്ടയുടെ തോടാണ്. ഇത് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. ഇവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുമായിരിക്കും. അങ്ങനെ ഓരോ വണ്ടിയിൽ അങ്ങനെ ലോഡുകൾ ഓരോന്നോരോന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എനിക്ക് ആദ്യത്തേതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേരത്തെ ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ റാക്കിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് എണ്ണമുണ്ട്. ഈ എണ്ണം അനുസരിച്ചാണ് ഇവിടെ കുടിൽ വ്യവസായം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ തൊടുപുഴയുള്ള ഒരു ഫാമാണ്. അപ്പം ഇവിടുന്ന് ഇത് ജനറേറ്റ് ചെയ്ത് ഇവിടുന്ന് നേരെ ഈ കണക്കിനുള്ള ഫാമുകളിലേക്കാണ് എത്തുന്നത്. ഇതിപ്പം തൊടുപുഴയിൽ തന്നെയുള്ള അടുത്തുള്ളൊരു ഫാമാണ്. ഈ ഫാമിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് വിരിയിപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഓരോ റൗണ്ടുകളുണ്ടല്ലോ, ഈ റൗണ്ടിനകത്ത് ബൾബ് വെച്ചിരിക്കുകയാണ്. ഇതിനുള്ളിൽ ചൂട് കിട്ടിയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഒരു ഏകദേശം 6 ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് അതിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ കൂടുകൾ വലുതാക്കി കൊടുക്കും. അതിനനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഏകദേശം 36 to 40 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തി ഇത് അടുത്തുള്ള ചിക്കൻ കടകളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിന് മരുന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് പേര് കുത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രോയിലർ. ഇത് കുത്തിവെക്കുകയല്ല, ഇപ്പം മരുന്ന് ഇവരല്ലാതെ കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇത് വരുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കും, പിന്നെ അല്ലാതെ ഇതിന് കൊടുക്കാനുള്ള വെള്ളത്തിനകത്ത് ഈ മരുന്ന് കലക്കി കൊടുക്കും. അതാണ് ഈ ബ്രോയിലർ കോഴിയുടെ, നമ്മളിന്ന് പണ്ട് കേട്ടിട്ടില്ലേ, ബ്രോയിലർ കോഴി കുത്തിവെച്ചാണ് വരുന്നത്. അത് ആ ഒരു രീതിയിൽ ഏകദേശം 36 to 40 ദിവസത്തിനുള്ളിൽ ഇത് പൂർണ്ണ വളർച്ച എത്തി നമ്മുടെ ചിക്കൻ കടകളിലേക്ക് എത്തും. അവിടെ നിന്നാണ് നമ്മളിത് മേടിക്കുന്നത്. ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇതിനെ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിട്ട് നാളെ പോയി ചിക്കൻ മേടിച്ച് കഴിക്കാൻ ഒരിക്കലും എന്തായാലും തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൺമുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.